അപ്പോൾ സ്റ്റൈലിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു പേനയാണ്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ 1-2 പീസ് കമ്പിയാണ്, ചെറിയ ചെമ്പമ്പി. അത് നമ്മൾ ഇതുപോലത്തെ ഒരു വയറിൻ്റെ ഉള്ളിൽ നിന്ന് മുറിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. വീഡിയോൻ്റെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് എടുക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു ബഡ്സ് ആണ്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കോട്ടൺ കിട്ടിയാലും മതി. അപ്പോൾ ഇനി എങ്ങനെയാണ് സ്റ്റൈലിഷ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യമായിക്കൊണ്ട് നമ്മൾ ഈ പേന, ഏത് പേനയാണെങ്കിലും കുഴപ്പമില്ല, അത് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് ഇതുപോലെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതെടുക്കുക. ശേഷം ഈ ബഡ്സിൻ്റെ, എൻ്റെ ഒരു കയ്യിൽ ബഡ്സാണുള്ളത്, അപ്പോൾ ബഡ്സിൻ്റെ ഇതുപോലത്തെ കോട്ടൺ ഉണ്ടാവുമല്ലോ, ഈ കാണുന്നത് പോലുള്ള കോട്ടനോ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കയറ്റി കൊടുക്കുക. അപ്പോൾ അതിന്ന് കുറച്ച് കോട്ടൺ ഇതുപോലെ എന്ത് ചെയ്യുക, വേറെ കോട്ടൺ നമ്മുടെ കയ്യിലുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്സിൻ്റെ കോട്ടൺ തന്നെ വേണമെന്നില്ല, വേറെ കോട്ടൺ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു കോട്ടൺ എടുക്കുക. അതിന് ശേഷം ചെറിയൊരു റൗണ്ട് പോലെ ആക്കിയിട്ട് ഈ നമ്മുടെ പേനൻ്റെ ഈ ഫില്ലറിൻ്റെ തലപ്പിൽ ഇതായി കാണുന്നത് പോലെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ശേഷം ചുറ്റി കൊടുത്ത ശേഷം ഈ സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുക. നമ്മുടെ പേനൻ്റെ അടപ്പിട്ടിട്ട് പേന എന്ത് ചെയ്യുക, അടയ്ക്കുക. നിങ്ങൾക്ക് കാണാം ഈ കോട്ടൺ എന്തായിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നമ്മൾ ഒരു കമ്പി എടുത്തിട്ട് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ചുറ്റി കൊടുക്കുക. നമ്മുടെ അവിടെ നിന്ന് കറക്റ്റായിട്ട് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത കമ്പി ആയിരിക്കണം. ചുറ്റി നമ്മൾ പേന പിടിക്കുന്ന ആ ഭാഗം വരെ എന്ത് ചെയ്യുക, ചുറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കമ്പി ഇതിൽ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ചുറ്റിയിട്ടൊന്ന് ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ, തിരിച്ച് ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റായി നിൽക്കും. ഇതിങ്ങനെ മേലേക്ക് കയറ്റി ചുറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഈ കമ്പിയിൽ തട്ടി കമ്പിയിൽ കൂടെ എർത്ത് പോയിട്ട് ഈ കോട്ടണിൽ എത്തുമ്പോഴാണ് ഇത് ഫോണിൽ വർക്കാവുന്നത്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ ഒരു ഇതിൻ്റെ എന്തായി വർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റൈലിഷ്. ഇത് നമുക്ക് ഇനി ഫോണിൽ വർക്കാകുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കി നോക്കാം. അതിനായിട്ട് ആദ്യം ആയിക്കൊണ്ട് ഞാൻ എൻ്റെ ഫോണിന്ന് എന്ത് ചെയ്യണേ, ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കിയ ശേഷം കൃത്യമായിട്ട് ഫോണിൽ വർക്കാവുന്നുണ്ട് ഈ സാധനം. കമ്പിയിൽ കൂടെ കറക്റ്റായിട്ട് ഇറത്ത് പോയാൽ മാത്രമേ ഈ സാധനം വർക്കാവുള്ളൂ. അതുകൊണ്ട് പിടിക്കുന്നത് നമ്മൾ കറക്റ്റ് ആയിരിക്കണം. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പം അതിന് ഒന്ന് ലോക്കാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാണ്. പാസ്വേഡൊക്കെ ടൈപ്പിംഗ് ചെയ്യുന്നതൊക്കെ സ്പീഡിലായിട്ട് ആകുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി പ്രോപ്പറായിട്ട് വർക്ക് ആകണമെങ്കിൽ നമ്മുടെ ഈ നിബിൻ്റെ തലപ്പുണ്ടല്ലോ, അത് കൂർത്ത് നിൽക്കാണ്ട് കുറച്ചൊന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് കുറച്ചും കൂടി സ്മൂത്തായി കിട്ടും നമുക്ക്. ഞാൻ അങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അഡോബിൻ്റെ ഒരു ഇതിൽ നമുക്ക് ഡ്രോ ചെയ്ത് നോക്കാം. ഇതിന് മുമ്പ് ചെയ്ത് വെച്ചതാണ്. ഒരു സാധനം എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി ഒന്ന് എഴുതി നോക്കുകയാണ്. ഒന്ന് സൂം ചെയ്തിട്ടതിന് ശേഷം ഇങ്ങനെയുള്ള വരയ്ക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യാം. ഒന്ന് എഴുതി നോക്കുകയാണ്. C4 ക്രാഫ്റ്റ് എന്ന് എഴുതി കറക്റ്റ് ആയിട്ടുണ്ട്.